നമ്മളെല്ലാവരും HST എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? സോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു എക്സാം? ഈസി ആയിരുന്നോ? അതോ മോഡറേറ്റ് ആയിരുന്നോ? അതോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടഫായിട്ട് തോന്നിയോ? നമ്മൾ ഒരുപാട് സിലബസ് ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിൽ വന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സാം? മേ ബി ചിലർക്കെങ്കിലും എന്തായിരിക്കും ഈ എക്സാം കുറച്ചൊരു ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ എന്താണ്, അവരുടെ പ്രിപ്പറേഷൻ അനുസരിച്ചുള്ള ഒരു ആൻസർ കൊടുക്കാൻ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഡോണ്ട് വെറി, നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഇനിയും നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സിലബസ് കവർ ചെയ്ത് പോയി കഴിഞ്ഞാലും ചില സമയത്ത് അല്ലെങ്കിൽ ചില ഫാക്ടർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ടൈമോ അങ്ങനെയുള്ള ചില ഫാക്ടർ കൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു 100% ആ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ പുറത്തെടുക്കാൻ പറ്റാതെ വരും. പക്ഷേ നമുക്കിപ്പോൾ ഒരു വരയാവേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാ കോമ്പറ്റേറ്റീവ്സ് എക്സാമിൻ്റെയും ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് എന്താണ്, ഇനിയും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇതേ സെയിം സിലബസ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ സിലബസിലുള്ള എക്സാംസ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ പോസ്റ്റുകൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ഇപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു എക്സാം എന്നുള്ള ഒരു അനാലിസിസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്നാണ് ഏറ്റവും ലാസ്റ്റായിട്ട് HST കമ്പ്യൂട്ടർ സയൻസ് എക്സാം കണ്ടക്ട് ചെയ്തത്. അത് 2019 പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 3 ഇയേഴ്സിൻ്റെ ഗ്യാപ്പാണ്. അത് കഴിഞ്ഞാൽ അടുത്ത HST വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. പക്ഷേ 2022 വന്നിട്ടും എന്ത് വന്നില്ല, നോട്ടിഫിക്കേഷൻ വന്നില്ല. അങ്ങനെ നമ്മൾ PSCയിലേക്ക് അപ്രോച്ച് ചെയ്തു. അതിൻ്റെ ശേഷം 2023 നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ബട്ട് എന്നിട്ടും എന്താണ്, നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്കതിൻ്റെ കറക്റ്റ് ഡേറ്റോ സിലബസോ ഒന്നും വന്നില്ല, കുറേ ലാഗ് വന്നു. സോ നമ്മൾ എഗെയിൻ PSCനെ അപ്രോച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ടാണ് ഓഗസ്റ്റ് വന്നു. പക്ഷേ കറക്റ്റ് ഡേറ്റ് എന്നാന്നും വന്നില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു ഓഗസ്റ്റിൻ്റെ മുന്നേ ഒരു 3 മാസം മുന്നേ മാത്രമാണ് നമുക്ക് കറക്റ്റ് സിലബസും അതുപോലെ തന്നെ കറക്റ്റ് ഡേറ്റും വരുന്നത്. സോ ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്ത് വന്നു, ഒരു സ്പെഷ്യൽ കാറ്റഗറി എക്സാം വന്നു. അതേ സിലബസിൽ തന്നെയായിരുന്നു നമുക്ക് നമ്മുടെ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തത്. സോ അപ്പോൾ ആ ഒരു 2 എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു എക്സാം, അതാണ് നമ്മളിൽ അനലൈസ് ചെയ്യാൻ നോക്കുന്നത്. സോ നമുക്ക് ഈ ഒരു എക്സാമിന് പഠിക്കാനുണ്ടായിരുന്ന സിലബസാണിത്. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ഒരു യൂണിറ്റ് ആയിട്ട് വരുന്നത്, അത് 16 മാർക്കിൻ്റെ ഒരു യൂണിറ്റ് മാത്തമാറ്റിക്സ് ഫോർ CSE എന്നുള്ളതാണ്. അതെന്തല്ല, അത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോർ സബ്ജക്റ്റിൽ വരുന്നതല്ല. അല്ലെങ്കിൽ നമുക്ക് എഞ്ചിനീയറിങ്ങിൽ വരുന്ന BTech MTech ഒക്കെ എടുത്തവർക്ക് മാത്രമേ, ആ ഒരു ഭാഗത്ത് നിന്ന് CSE എടുത്തവർക്ക് മാത്രമാണ് എന്ത് വരുന്നത്, ഇതൊരു കോർ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. MSc അതുപോലെ തന്നെ MCA പാറ്റേണിലുള്ളവർക്ക് ഇതൊരു കോർ സബ്ജക്റ്റ് ആയിട്ട് വരാത്തൊരു യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാം അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരോടും അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നതും ഈ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഏരിയയിൽ നിന്നുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളെ ഒന്ന് കറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു എക്സാമിൻ്റെ ലെവൽ പറയുകയാണെങ്കിൽ ഇതൊരു ഏകദേശം ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. സബ്ജക്റ്റ് ലെവലിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊരു മോഡറേറ്റ് ലെവലിലുള്ള തന്നെയായിരുന്നു. നമുക്കങ്ങനെ അറിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ഇതുവരെ PSCയിൽ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഏകദേശം ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ തൊട്ട് മുന്നേ നമുക്ക് ഒരുപാട് PSC നമ്മുടെ ടെക്നിക്കൽ എക്സാമുകൾ വന്നിട്ടുണ്ടായിരുന്നു. പോളി ലെക്ചർ വന്നിട്ടുണ്ടായിരുന്നു, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്സാമുകൾ, അതേപോലെ തന്നെ കുറച്ച് മുന്നേ ഒരു പ്രോഗ്രാം എക്സാമർ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമുക്ക് ഈ ഒരു എക്സാമിൽ സബ്ജക്റ്റ് ലെവലിൽ നിന്ന് ചോദിച്ചത്. പക്ഷേ നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തോന്നും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് വരും, അതൊന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും നമ്മൾ പഠിച്ചിട്ട് പോയ ഒരാളാണെങ്കിൽ. സോ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു എക്സാം ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും, പക്ഷേ കുറച്ച് നമ്മൾ എത്തിക്കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊരു ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ടൈം ആ ഒരു 16 മാർക്കിലേക്ക് ചുരുങ്ങി പോവുകയും ബാക്കി വന്നിട്ടുള്ള മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഈ ഒരു ലെവലിലാണ് നമ്മൾ അന്വേഷിച്ചെടുത്തോളം അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. സോ നമുക്ക് ഇതെന്താണ്, ഒരു ഹൈ അല്ലെങ്കിൽ ഒരു ഈസി ലെവൽ എക്സാം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് അവിടെ വന്നു. ബട്ട് നമ്മൾ സബ്ജക്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏകദേശം മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കറക്റ്റ് ടൈം മാനേജ്മെൻറ്റും, അതായത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റും അതുപോലെ തന്നെ സബ്ജക്റ്റ് നോളേജും ഉള്ള ഒരാൾക്ക് എന്താണ് കുറച്ചൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ടൈം കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കണ്ടൻറ്റ് നോളേജ് അധികമുള്ള ആൾക്കും ഒന്ന് പതറിപ്പോയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. സോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ എക്സാമിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമുക്ക് ഈ ഒരു കട്ട് ഓഫ് പറയുന്നതിന് മുന്നേ നമുക്ക് 2 കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, എത്ര പോസ്റ്റുകളാണ് നമ്മുടെ ഈ ഒരു എത്ര പോസ്റ്റുകളുണ്ട്, നമ്പർ ഓഫ് പോസ്റ്റുകൾ എത്രയെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പോസ്റ്റുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്ററി ആണ്. അതായത് പോസ്റ്റുകളുടെ എണ്ണം അവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. മാത്രമല്ല അതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ലിസ്റ്റ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത്, അതെന്ന് പറഞ്ഞാൽ 6 മാസം മുന്നേയൊക്കെ മാത്രമേ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന എല്ലാ പോസ്റ്റുകളും ആ ലിസ്റ്റിൽ നിന്ന് തന്നെ നികത്തിയതിന് ശേഷമാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആൻറ്റിസിപ്പേറ്ററി മാത്രമായിട്ട് ചുരുങ്ങിപ്പോയത്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ അധികം ആളുകളെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ കറക്റ്റായിട്ടുള്ള കണ്ടൻറ് നോളേജും അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റും ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ നമുക്ക് ചിലപ്പോൾ ലിസ്റ്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ ഒരു 63 എബോ അല്ലെങ്കിൽ 58 to 63 വരെ നമുക്കൊരു കട്ട് ഓഫ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇതിന് തൊട്ട് മുന്നേ നമുക്ക് നടന്നൊരു എക്സാം ആയിരുന്നു പ്രോഗ്രാമർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, പ്രോഗ്രാമർ ഇൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം. ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രോഗ്രാമർ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കട്ട് ഓഫ് അത് ഒന്നും കൂടെ ഈസി ലെവൽ എക്സാം ആയിരുന്നു. അതിൽ ഇങ്ങനെ മാത്സ് വന്നിട്ടില്ലായിരുന്നു. സോ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 63 ആണ്. നമുക്കൊരു 55 എബോ എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ എന്താണ്, നമ്മൾ ലിസ്റ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, ലിസ്റ്റിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് അപ് ടു 63 വരെ എന്ത് ചെയ്യാം, ഈ ഒരു കട്ട് ഓഫ് പോകാനുള്ള ചാൻസ് ആണ് നമ്മൾ കാണുന്നത്. ദെൻ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തു, ഒരു വർഷത്തെ നമ്മുടെ പ്രിപ്പറേഷനാണ്. ദെൻ എന്നിട്ട് നമുക്ക് എന്താണ് ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നു. സോ ആൻസർ കീ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ചില പോയിന്റുകൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത്, നമുക്ക് ചില ആൻസേഴ്സ് ആൻസർ കീയിൽ തെറ്റായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് ചലഞ്ചബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കാറ്റഗറി എയിൽ നമുക്ക് 56th വന്ന ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ, അതൊരു നെറ്റ്വർക്കിംഗ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേജിൻ്റെയും ഫ്രെയിംസിൻ്റെയും എണ്ണം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് ഈ ഓപ്ഷനിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണുള്ളത്. രണ്ടാമത് നമുക്ക് 80 വന്ന ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ചോദിച്ചിട്ടുള്ള തിയറി ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്നാണ്. അവിടെ നമുക്ക് എന്താണ്, നമുക്ക് ഓപ്ഷൻ റോങ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജ് നമുക്ക് ചോംസ്കി ഹൈറാർക്കി പഠിച്ച ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അതിൽ നമുക്ക് ടൈപ്പ് 3 എന്നുള്ളതാണ് CFGനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ടൈപ്പ് 2 ആണ് CFG എന്ന് പറഞ്ഞാൽ. സോ ഇങ്ങനെ ഒരു റോങ് ആൻസർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അത് 39 CO വന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം എന്ന് വന്നിട്ടുള്ള ഒരു നാപ്സാക്ക് പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒന്നിൽ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാക്ക് ട്രാക്കിംഗ് അപ്രോച്ച് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമ്മുടെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ കട്ട് ഓഫിൻ്റെ കുറേ താഴേക്ക് കട്ട് ഓഫ് വരാനും കുറച്ചുകൂടെ കൂടുതൽ ആളുകൾക്ക് ലിസ്റ്റിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ്. സോ നമ്മൾ ചലഞ്ച് ചെയ്യാനുള്ള ഈ ക്വസ്റ്റ്യൻസ് വിത്ത് അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരും അവരവരുടെ പേഴ്സണൽ ഐഡിയിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചലഞ്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മൾക്ക് ലിസ്റ്റിൽ നമ്മുടെ ഒരു പേര് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെയായിരുന്നു ഈ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നതെന്നൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഓൾ ഏരിയാസ്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ ഇവിടുന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ മോഡൽ എക്സാമുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മോക്ക് എക്സാമിലൂടെ നമ്മൾ കുട്ടികൾക്ക് പ്രാക്ടീസിന് കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. നമുക്കിവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബാച്ചുകൾ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റുകൾ, 24 hour മെൻറ്ററിങ് സപ്പോർട്ടും ടോപ്പിക് എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ
അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് ഓൾമോസ്റ്റ് ഇത്രയും യൂണിറ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലഷ്ഡ് വിത്ത് കണ്ടൻറ്റ്, ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. പക്ഷേ ചിലർക്കെങ്കിലും ഈ ഒരു ടൈം എന്നുള്ളൊരു ഫാക്ടർ കൊണ്ട് എക്സാം ഹോളിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള എന്തെങ്കിലും ചെറിയ ഫാക്ടേഴ്സ് കൊണ്ട് എക്സാം ഹോളിൽ നമ്മളുടെ ഒരു 100% നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അതെന്ന് പറയുന്നത് എന്താവരുത്, നമ്മുടെ പ്രിപ്പറേഷനെ ബാക്കിലേക്ക് വലിക്കാനാവരുത്. അതായത് ഒരു വർഷം നീണ്ട നമ്മുടെ പ്രിപ്പറേഷന് നമുക്ക് എന്താണ് ഒരു നെഗറ്റീവ് തോന്നുകയാണെങ്കിൽ മേ ബി അത് എല്ലാവർക്കും എന്ത് തന്നെയാണ്, ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ, നമ്മളിത് അന്വേഷിക്കുമ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റേജ് കടന്നു പോയവർ തന്നെയാണ്. ഒറ്റ പ്രാവശ്യം നമ്മൾ ഒരു വർഷം ട്രൈ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ അപ് ടു 100 ലെവൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടും കിട്ടാതെ പോയവരൊക്കെ ഉണ്ട്. പക്ഷേ അവരവിടെ സ്റ്റോപ്പ് ചെയ്യാതെ എഗെയിൻ ഫൈറ്റ് ചെയ്തിട്ടാണ് അടുത്ത ലിസ്റ്റുകളിൽ അവർ മുന്നിലെത്തിയിട്ടുള്ളത്. സോ നമുക്കും അതൊരു പാടാണ്. നമ്മൾ ഒരിക്കലും ഇവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ഇനിയും നമുക്ക് എന്ത് വരാനുണ്ട്, ഒരുപാട് എക്സാംസ് വരാനുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ അടുത്ത് കഴിഞ്ഞു പോയ കുറേ എക്സാമുകളുണ്ട്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക്ക്, IT വന്ന എക്സാം ഉണ്ട്, അതുപോലത്തെ പ്രോഗ്രാമർ എക്സാമുകൾ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഫ്ലഷ്ഡ് വിത്ത് കണ്ടൻ്റ് ആണ്. സോ ഇനി ഇവിടെ നമുക്കൊരു ചെറിയ നെഗറ്റീവ് വന്നാൽ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. ഇനിയും നമുക്ക് എന്തുണ്ട്, ചില പോസ്റ്റുകൾ നമുക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ ഇപ്പോൾ PSC വിളിച്ച പോസ്റ്റുകളാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജ്, സിസ്റ്റം മാനേജർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കേരള ഫെഡ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഓർ അനലിസ്റ്റ്. ദെൻ അനദർ ഒരു എക്സാമാണ് RRB, അതായത് റെയിൽവേ വിളിച്ചിട്ടുള്ള ഒരു എക്സാമാണ്. ഇത് ടെക്നിക്കൽ എക്സാമാണ്. എന്താണ്, ജൂനിയർ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സയൻസ് BTech അല്ലെങ്കിൽ MTech കഴിഞ്ഞവർക്കുള്ളതാണ്, MSc MCA കഴിഞ്ഞവർക്കുള്ളതല്ല. സോ ഇത്രയും പോസ്റ്റുകൾ ഇനിയും നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോർ സബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിനായിരിക്കും എക്സ്ട്രാ നമുക്ക് പഠിക്കേണ്ടി വരിക. അതിനുള്ള ടൈമും നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യരുത്, ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് പോകരുത്. നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്ത് പോകണം. ഒരിക്കലും നമ്മൾ ഇവിടെ എൻഡ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ടൈം കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റി, നിങ്ങളുടെ കണ്ടൻറ്റും നിങ്ങൾ നല്ല രീതിയിലാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നല്ലൊരു എക്സ്പെക്റ്റേഷനിൽ ഇവിടെ നിർത്തിക്കളയരുത്. കാരണം എന്താണ്, നമുക്കറിയാം നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ പോസ്റ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്, ആൻറ്റിസിപ്പേറ്ററി ആണ്. സോ 1ാം റാങ്ക് നേടുന്ന ആളും എപ്പോഴാണ് ഈ പോസ്റ്റിലേക്ക് കയറുക എന്നുള്ളത് നമുക്കിപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ഇനി 10ൻ്റെ അകത്ത് റാങ്ക് വന്ന ഒരാളും ഇനി ഈ ഒരു ലിസ്റ്റ് വെച്ചിട്ട് ജോലിയിലേക്ക് കയറുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ട്രാൻസിഷൻ ടൈമിലാണ് നിൽക്കുന്നത് അല്ലേ. നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ മെർജിങ് വരുമോ, അതിൻ്റെ ഇടയിൽ പോസ്റ്റിന് ഇഷ്യൂസ് വരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയിലാണ്. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തുള്ള രീതിയിലാണ്. അപ്പോൾ എത്രത്തോളം ഈ ലിസ്റ്റിൽ നിന്ന് ഇനി വിളിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യാനുള്ളത് 100% ചെയ്യുക. ഒരിക്കലും നമ്മുടെ പഠനം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. ഇത്രയും പോസ്റ്റുകൾ നമുക്കിവിടെ എന്താണ് ഇപ്പോഴും PSC വിളിച്ചിട്ടുണ്ട്. സോ ഇതിൽ ഇപ്പോഴും ക്ലോസ് ചെയ്യാത്തൊരു പോസ്റ്റാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ കേരള ഫെഡ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ, നിങ്ങൾ ലോഗിനിൽ കയറിയാൽ ഈ ഒരു പോസ്റ്റ് ഇപ്പോഴും ആക്റ്റീവാണ്, നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് എന്താണ് എഗെയിൻ നമുക്ക് ഒരു ഫ്യൂച്ചർ ഇനിയും നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയും പേപ്പേഴ്സ് നമ്മൾ നോക്കുക, DBMS, C പ്രോഗ്രാമിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിനെ ബേസ് ചെയ്ത് വരുന്ന എല്ലാ എക്സാമുകളിലും കോമൺ പേപ്പറായിട്ട് വരുന്നതാണ്. സോ HSTക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും പേപ്പർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും പേപ്പർ എഗെയിൻ നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിനും കവർ ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. സോ നമ്മൾ ഇപ്പോൾ എന്താണ് ഫ്ലഷ്ഡ് വിത്ത് കണ്ടൻറ്റ് എന്നുള്ള സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതൊരിക്കലും നമ്മൾ ഗീവ് അപ്പ് ചെയ്യാനല്ല, നമ്മൾ എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് ഇനിയും പോസ്റ്റുകൾ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രോഗ്രാമർ എക്സാമിന് അപ്ലൈ ചെയ്യണം, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പ്രോഗ്രാമർ എക്സാമർ എങ്ങനെയാണ്, അത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളായിട്ട് കാണാം. ഓക്കെ.